ലോട്ടസർ വെച്ചിട്ട് നമ്മൾ ഈ ബാറ്ററിയുടെ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ശേഷം അതിനൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് എത്ര വോൾട്ടേജ് ആണുള്ളത്, എത്ര ആംബിയർ ആണോ എന്നുള്ളത് ഈ ബാറ്ററി ബന്ധപ്പെട്ട് നമ്മൾ ആംബിയർ സെറ്റ് ചെയ്യും. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാറ്ററി റീജനറേറ്റിംഗ് മെഷീനറിയാണ്. ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് ഐഡിയ ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ട്യൂബുലർ ബാറ്ററി ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റ് ബാറ്ററികളെല്ലാം ഒരു ആദ്യത്തെ പുതിയൊരു ബാറ്ററിക്ക് നമുക്കൊരു 3 മണിക്കൂർ അല്ല 5 മണിക്കൂർ ബാക്കപ്പ് തരുന്ന ബാറ്ററികൾ 2-3 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് 3 മണിക്കൂറോ 2 മണിക്കൂറായിട്ട് കുറയും. അതിൻ്റെ കാരണം ഈ സെൽ പ്ലേറ്റുകൾ, ബാറ്ററി സെല്ലുകളിലെ പ്ലേറ്റുകൾ വശങ്ങളിൽ സൾഫറിൻ്റെ ക്രിസ്റ്റൽ ലെയറുകൾ അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിൽ ഇലക്ട്രോണിന് ബേസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അത്തരത്തിലുള്ള സൾഫർ ക്രിസ്റ്റൽ ലൈനുകൾ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ബാറ്ററിയുടെ ബാക്കപ്പ് കുറയാനും അതോടെ വീക്കാവാനും അതോടെ തന്നെ അത് നശിഞ്ഞു പോകാനും കാരണം. അപ്പോൾ അത്തരം ബാറ്ററികളെ, വീക്കായ ബാറ്ററികളെ നമ്മൾ ഈ ബാറ്ററി റീജനറേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് പൾസ് കൊടുത്തുകൊണ്ട് ഈ വശങ്ങളിൽ ബൊമ്പാർഡ് ചെയ്യുകയും അങ്ങനെ ഈ സൾഫർ ക്രിസ്റ്റലുകളെ നമ്മൾ ഡിസോൾവ് ചെയ്ത് കളയുകയും ചെയ്യും. അങ്ങനെ സെല്ലുകളെ ക്ലീൻ ചെയ്യും. അങ്ങനെ ബാറ്ററിയുടെ 95% എഫിഷ്യൻസിയിലേക്ക് നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. അതും 1 വർഷം മുതൽ 2 വർഷം വരെ നമുക്ക് ബാറ്ററിയുടെ ഔട്ട്പുട്ട് വാല്യൂ അനുസരിച്ച് വാറണ്ടി അടക്കം കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബാറ്ററി തന്നെ നമുക്ക് ആ ലൈഫിൽ 3-4 പ്രാവശ്യം വരെ റീജനറേറ്റ് ചെയ്യാം. അപ്പം 3 വർഷം ലൈഫ് തരുന്നൊരു ബാറ്ററിയുടെ ലൈഫ് നമുക്ക് 10 വർഷം വരെ റീജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. തന്മൂലം നമുക്ക് ബാറ്ററിയുടെ വലിയ വേസ്റ്റ് സമൂഹത്തിൽ ഇല്ലാതാക്കാൻ കഴിയും. അതുപോലെ തന്നെ വലിയ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ബാറ്ററിയുടെ അതായത് എനർജി കൺസർവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ബാറ്ററി റീജനറേറ്റ് ചെയ്യുമ്പോൾ, ഈ മെഷീനറി വെച്ചിട്ട് നമ്മൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ ആ ബാറ്ററി പുതിയ ബാറ്ററിയുടെ 20% കോസ്റ്റേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. 20% കോസ്റ്റിൽ നമുക്ക് റീജനറേറ്റ് ചെയ്ത് പുതിയ ബാറ്ററി കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇത് വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കുക. ആ കണ്ടീഷൻ അനുസരിച്ച് 2 മണിക്കൂറാണോ 3 മണിക്കൂറാണോ 8 മണിക്കൂറാണോ എത്ര മണിക്കൂറാണോ റീജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അതിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ അളക്കുക. അപ്പോൾ ആ വാല്യൂ വെച്ചിട്ട് 3 മണിക്കൂർ ചെയ്യേണ്ടതാണെങ്കിൽ ഇത് ജസ്റ്റ് കണക്ട് ചെയ്തിടുക, റീജനറേറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത്രയും സിമ്പിളാണ് ഇതിൻ്റെ മെത്തേഡ്. ഇതിൻ്റെ ഫ്രാഞ്ചൈസിയാണ് കേരളത്തിൽ ഉടനീളം നമ്മൾ കൊടുക്കുന്നത്. നിലവിൽ നമുക്ക് 21ഓളം ഔട്ട്ലെറ്റുകൾ ഉണ്ട്. അങ്ങനെ എല്ലാ സിറ്റികളിലേക്കും നിശ്ചിത കിലോമീറ്റർ അടിസ്ഥാനത്തിൽ നമ്മൾ കേവലം ചെറിയ രൂപയ്ക്ക് തന്നെ ഈ ഒരു 10 ലക്ഷത്തിൽ താഴെ, അതായത് 7 ലക്ഷത്തോളം രൂപയ്ക്ക് തന്നെ നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുകയാണ്. അതിൻ്റെ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഇനീഷ്യൽ കസ്റ്റമർ അക്വിസിഷൻ എല്ലാം നമ്മൾ കമ്പനിയാണ് വഹിക്കുക. അതിനുള്ള മാർക്കറ്റിംഗ് എഫിഷ്യൻസി, അതുപോലെ ട്രെയിനിങ്, അതുപോലെ തന്നെ ആ ലോക്കൽ മാർക്കറ്റിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അതായത് നേരിട്ട് സ്കൂളുകൾ, ബാങ്കുകൾ, ഒരുപാട് ബാറ്ററികളുള്ള സ്ഥാപനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ മാർക്കറ്റ് വരുന്നത്. അത്തരം സ്ഥലങ്ങളിലൊക്കെയുള്ള ഇനീഷ്യലി മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്യുക. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ മറ്റ് ചെലവുകളൊന്നും തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. കേവലം ഒരു ഫാൻ ഫാൻ എടുക്കുന്ന ഇലക്ട്രിക് കറണ്ട് മാത്രമേ ഈ മെഷീനറി എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. 24 മണിക്കൂർ നമ്മൾ ഈ മെഷീനറി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താലും 5-6 യൂണിറ്റ് കറണ്ട് മാത്രമേ കൺസപ്ഷൻ ഉള്ളൂ. അതായത് നിൽ കോസ്റ്റിൽ, ഏറ്റവും ചുരുങ്ങിയ കോസ്റ്റിൽ നമുക്ക് കസ്റ്റമർക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫ്രാഞ്ചൈസി എടുക്കുന്നതാക്കി 2000 രൂപ ഒരു ബാറ്ററി നമ്മൾ റീജനറേറ്റ് ചെയ്താൽ അതിൻ്റെ ചിലവായിട്ട് വരുന്നത് 100-150 രൂപയാണ്. ബാക്കി മുഴുവൻ പ്രോഫിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഒരാളുടെ സാലറി അതുപോലെ തന്നെ സ്പേസ് റെന്റ് മാത്രം പേ ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി എല്ലാ ലാഭത്തിലേക്കും എത്തിക്കാൻ പറ്റും. 3-4 മാസം കൊണ്ട് മുടക്കുമുതൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ ബാറ്ററിയിൽ ഇതാണ് നമ്മുടെ ലോട്ടസർ. ഈ ലോട്ടസർ വെച്ചിട്ട് നമ്മൾ ഈ ബാറ്ററിയുടെ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ശേഷം അതിനൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് എത്ര വോൾട്ടേജ് ആണുള്ളത്, എത്ര ആംബിയർ ആണോ എന്നുള്ളത് ഈ ബാറ്ററി ബന്ധപ്പെട്ട് നമ്മൾ ആംബിയർ സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ വാല്യൂ, ഈ ലോഡ് ടെസ്റ്റിങ്ങുള്ള വാല്യൂ എടുത്ത് നമുക്ക് അറിയാൻ പറ്റും ഈ ബാറ്ററി എത്ര സമയം റീജനറേറ്റ് ചെയ്യണം എന്നുള്ളത്. ആ സമയമാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ഇത് സെറ്റ് ചെയ്യുക. ഇതിൽ എത്രയാണ്, 5 മണിക്കൂറാണെങ്കിൽ 5 മണിക്കൂർ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് 2 ടൈപ്പ് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ചാർജിങ്ങും ഉണ്ട്, സാധാ ചാർജിങ്, ബാറ്ററി ചാർജ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ റീജനറേഷൻ, 2 ടൈപ്പ് ഉണ്ട്. റീജനറേഷൻ ആണ് ചെയ്യണമെങ്കിൽ റീജനറേഷൻ നോക്കിയിട്ട് എത്രയാണോ ഇതിന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എത്ര ടൈമാണോ നമുക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സെറ്റ് അടിച്ചു കഴിഞ്ഞാൽ റീജനറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇതിലേക്കുള്ള കറണ്ട് ഇലക്ട്രിക് പൾസ് ട്രാൻസ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ എത്രയാണ് ഈ 4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവുന്നുള്ളതാണ്. ഇടയ്ക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ അവസ്ഥ വരുമല്ലോ. കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ 4 മണിക്കൂർ ആണെങ്കിൽ ഒരു അരമണിക്കൂറും കൂടി കൂടുതൽ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. This is a paper pen making machinery. This is a waste paper we make for paper pen. This is a cardboard waste.
and a normal newspaper, we are recycling that paper. Then we make for pen. Papa. Just we can put the refill and paper inside the machine. The outer will come for paper pen. It will complete finishing will come. Then we can put for seed or pot. Once tomato, brinjal, chili, spinach, basil, coriander, this based on seeds, vegetables we put the top or bottom. Then once you write, you throw the pen, the plant will be grow. മൾട്ടി പർപ്പസ് ഡീഹൈഡ്രേഷൻ മെഷീൻസാണ് വരുന്നത്. ഇതിൽ നമുക്ക് എല്ലാ സംഗതികളും ഉണക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നാളികേരമായി കഴിഞ്ഞാലും അതുപോലെ രാഗി, ചെറുപയർ, സവോള, ക്യാരറ്റ്, ബനാന, ചക്കക്കുരു, ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ് ചക്കക്കുരൊക്കെ. ചക്കക്കുരു പായസം മിക്സിലോട്ടൊക്കെ പോകുന്നുണ്ട്. അതുപോലെ നമുക്ക് ക്യാബേജ്, ബനാന, ഫിഗ്, ബനാന ഉണക്കിയെടുത്ത് ഫിഗ് ഉണ്ടാക്കണം. അങ്ങനെ കസ്റ്റമൈസ്ഡാണ്. നമ്മൾ ഏത് ടൈപ്പിൽ വേണമെങ്കിലും കസ്റ്റമർക്ക് ആവശ്യമായുള്ള മെഷീൻസ് നമ്മൾ കസ്റ്റം ചെയ്യുന്നുണ്ട്. അത് MS വരുന്നുണ്ട്, SS വരുന്നുണ്ട്, അതുപോലെ GI വരുന്നുണ്ട്, എല്ലാ ടൈപ്പിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഡബിൾ ഡോറാണ്, രണ്ട് ഡോർ വരുന്നുണ്ട്. 2 കൺട്രോളിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. വേണമെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ഓഫാക്കുക, ഒന്ന് വേണമെങ്കിൽ ഓണാക്കുക. ആ രീതിക്കാണ് കസ്റ്റം ചെയ്യുന്നത്. ഇപ്പം അതുപോലെ ചെമ്മീനുകളൊക്കെ ആണ്. മീനൊക്കെ നമുക്ക് ഉണക്കി ഒരു സംരംഭമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് സബ്സിഡി, ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്ലവറുകളൊക്കെ, റോസ്റ്റ് ടീകളൊക്കെ ഉണ്ടാക്കാനാണ് റോസ്റ്റിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇത് റോസ് തന്നെയാണ്, യെല്ലോ കളർ വരുന്ന റോസാണ് വരുന്നത്. ഇത് ഡ്രൈ ചെയ്താണ് വരുന്നത്. റോസ് ഓഫ് വേണ്ടത് ഡ്രൈ ആണ് കേട്ടോ. റോസർ കസ്റ്റമൈസ്ഡാണ്. കസ്റ്റമർക്ക് ഏത് രീതിക്കാണ് നമ്മൾ വരുന്നത് വെച്ചാൽ 25 കിലോ വരുന്ന മെഷീൻസാണ് വരുന്നത്. 3 phase ആണ് വരുന്നത്. 4.5 kW ഓയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ വരുന്നത് വെച്ചാൽ മിക്സിംഗ് ആണ്. മസാലയൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി 2 feet ആണ്. ഇതും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. 3 feet ചെയ്യാം, അതുപോലെ 5 feet ഒക്കെ ചെയ്യാൻ പറ്റും. സിംഗിൾ ഫേസ് മെഷീൻസാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീൻസാണ് ക്യാപ്പിംഗ് വരുന്നത്. ഇതുപോലെ ജ്യൂസുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന മെഷീൻസാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബോട്ടിൽ ക്ലിയറായി, ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻസ് കൂടിയാണ് വരുന്നത്. മെഷീൻസാണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും വാക്യൂം ചെയ്യാൻ നട്സുകളാണ് കൂടുതലും ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വാക്യൂം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ ലൈഫും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി പാക്ക് ചെയ്യാൻ പറ്റും. ഇതതിൻ്റെ മിനി ഡീഹൈഡ്രേറ്റാണ് വരുന്നത്. ഇതും ഇതുപോലെ ചെറുപയർ മുളപ്പിച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്യണം. നമുക്ക് വീണ്ടും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പഴയ പോലെ 80%, 60%, 80% തിരിച്ചു കിട്ടും. ഒരു മല്ലിയിലാണ് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഗി മുളപ്പിച്ചതാണ് അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെറിയൊരു മെഷീൻസാണ്. ഹോം പർപ്പസിനാണ് കൂടുതലും പോകുന്നത്. വീടുകളിലൊക്കെ വെക്കാൻ വേണ്ടി, യൂസ് ചെയ്യാനൊക്കെ വേണ്ടി ചെറിയ സിംഗിൾ ഫേസ് 550 watts മാത്രമേ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് കട്ട് ഓഫ്, ടൈമർ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബേക്കിംഗ് മെഷീനാണ്. റോട്ടറി ഓവൻ എന്നാണ് ഇതിൻ്റെ നമ്മൾ പറയുക. ഇത് 80 ബ്രെഡാണ് ഇതിൻ്റെ കപ്പാസിറ്റി. 80 ബ്രെഡ് പറയുമ്പോൾ 400 ഗ്രാമിന് 80 ബ്രെഡ് ഓൾമോസ്റ്റ് ഒരു 22 to 28 minutes ഇത് ബേക്കിംഗ് ആവുന്നത്. പക്ഷേ ഇതിപ്പോൾ ഫങ്ഷൻ ആവുന്നത് കറണ്ടിലാണ്, ചൂടാവുന്നത് വന്നിട്ട് ഡീസലിലാണ്. ഈ കാണുന്നതാണ് ഡീസൽ ബർണർ, ബ്ലോവർ മോട്ടർ. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻ നടക്കുന്നത് ഇതേപോലെ ട്രോളിയിലാണ്. നമ്മൾ ഒരേ ട്രോളിയോട് റെഡിയാക്കി വെക്കണം. സ്റ്റെപ്പ് വൈസാണ് ഇത് ട്രേ വരെ. അപ്പോൾ ഇത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബന്നോ ബ്രെഡോ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ബേക്കിംഗ് ടൈമിന് കറക്റ്റായിട്ട് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ലോഡ് ചെയ്യാനുള്ളതുള്ളൂ. നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, വോൾട്ടേജ് നോക്കുക. വോൾട്ടേജ് കൂടിയോ കുറവോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പ്ലസ് ടൈമർ, നമുക്ക് എത്ര ടൈമർ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഡീസൽ ലെവൽ നമുക്കൊരു ബർണർ സപ്പോർട്ടാണത്. അപ്പോൾ ഒരു സേഫ്റ്റി കൺസേൺ ആയിട്ട് നമ്മളൊരു ഡിവൈസ് കൂടി കൊടുക്കാണ്. പിന്നെ ബാക്കി ഇതിന് വേറെ മോഡലുകൾ വരും. 64, ഇതാണ് 80, പിന്നെ 120,
അപ് ടു 672 ബ്രെഡ് അറ്റ് എ ടൈം ഇത് ബേക്ക് ചെയ്ത് ഇറങ്ങുന്ന രീതിയിലാണ് പ്ലാൻ. പിന്നെ അടുത്ത ഇതിന് വേണ്ടപ്പെട്ട മിഷനറീസ് വന്നിട്ട് സ്പൈറൽ മിഷൻ, നമ്മുടെ മാവ് ഒഴിക്കാൻ, ബ്രെഡ്, ബന്ന്, പപ്സ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ നമ്മുടെ ഓൺ മേക്കാണ് ആ ബാക്കിൽ കാണുന്നത്. പ്ലാനറ്ററി മിക്സർ, സ്പൈറൽ മിക്സർ. പിന്നെ ഇതൊരു പുതിയ ഓവനാണ്, കൺവെൻഷൻ ടൈപ്പ് ഓവൻ. പിന്നെ ആ അപ്പുറത്ത് കാണുന്നത് ഡെക്ക് ഓവനാണ്. ഈ നമ്മുടെ സാധാരണ രീതിയിൽ ചെറിയ ഹോം മേക്കേഴ്സിനൊക്കെ ഉള്ള ഒരു ഓവനാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ കേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ വെക്കാനുള്ള ഒരു കൗണ്ടറാണ് ഇത് കാണുന്നത്. അത് 2 രീതിയിലുണ്ട്, വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്. ഇത് നോർമൽ ഉണ്ട്, കൂളിംഗും ഉണ്ട്. ഇൻഡസ്ട്രിയൽ മെഷീനറി സപ്ലൈസ് ആണ്. നമ്മളിവിടെയുള്ള എല്ലാ ഇപ്പോൾ എക്സിബിറ്റേഴ്സും ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. മെയിൻലി ഇപ്പോൾ ഞങ്ങളിപ്പോൾ വെച്ചിരിക്കുന്ന ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് പവർ ടൂൾസ് മാതിരിയാണ്. ഇത് ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ്. ഇത് വരുന്നത് കോർഡിലാണ്. നമുക്ക് 32 mm ഡയൽ 32 mm ഡെപ്തിൽ നമുക്ക് തന്നെ ഡ്രിൽ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ഹെവി ടൈപ്പ് പില്ലർ ഡ്രില്ലാണ് ഇത് നമ്മൾ ഡ്രിൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു പോർട്ടബിൾ ഐറ്റമാണ്. നമുക്ക് ഏത് പൊസിഷനിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബേസ് മാഗ്നറ്റാണ്. നമ്മളിതിന് പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ട് മാഗ്നറ്റ് ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റിജിഡായിട്ട് ഇരുന്നോളും. ഇത് വേറൊരു പോർട്ടബിൾ ഐറ്റമാണ്. നമുക്ക് ഇതിനകത്ത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഡ്രില്ല് ചെയ്യാം, സെൽഫ് സ്ക്രൂ ചെയ്യാം, ടാപ്പ് ചെയ്യാം, ഇമ്പാക്ട് റെഞ്ചായിട്ട് ഉപയോഗിക്കാം. അതിനകത്ത് ഹെഡ് മാത്രം നമ്മൾ മാറ്റി ഉപയോഗിച്ചാൽ മതി. ഇത് ജർമ്മനാണ്. ഇത് BLDC മോട്ടറാണ്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ കൂടെ ബാറ്ററി ഉണ്ടാവും. ബാറ്ററി ഓപ്പറേറ്ററാണ്. ഇത് നമ്മൾ SS പോളിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണത്. നമുക്ക് ഹെയർ ലൈൻസ്, മാറ്റ് ഫിനിഷ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പല ആളുകളും ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് ഈ എക്സ്പാൻഷൻ റോളറിൽ ഇതിനകത്ത് ഗ്രിഡ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് മെഷീൻ വിത്ത് ഗ്രിഡ് എല്ലാം വരും. അപ്പോൾ നമുക്ക് പോളിഷിങ്ങിന് ഏത് പോളിഷിങ്ങാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് റിമൂവ് ചെയ്തിട്ട് ആ ഗ്രിഡ് ഉപയോഗിച്ചിട്ട് നമുക്കത് പോളിഷിങ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മെയിൻലി SS ഫാബ്രിക്കേഷൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പർപ്പസ് യൂസിന് വേണ്ടിയിട്ട് ആണത്. ഇത് മാഗ്നറ്റിക് ബേസ്ഡ് വൈസാണത്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഈസി ഹാൻഡ്ലിംഗ് ആണ്. വൺ ടൺ ക്ലാമ്പിംഗ് ഫോഴ്സ് ഉണ്ട് ഇതിന്. നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കാം, CNC മില്ലിങ്, ലെയ്ത്ത് ഏത് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് വേറൊരു ഐറ്റമാണ്. നമ്മളെ മാർബിൾ സോ മാതിരി ഇത് മെറ്റൽ കട്ടിങ് സോയാണത്. നമുക്ക് 25 mm തിക്നെസ്സിൽ നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കട്ട് ചെയ്തതിന് ഇത് കോൾഡ് കട്ടിംഗ് ആണ്. നമുക്ക് ആ കട്ട് ചെയ്ത പീസ് തന്നെ കൈ വെച്ചെടുത്താലും ചൂടുണ്ടാവില്ല.